ഇതിൻ്റെ പേര് സേഫ്റ്റി പിൻ എന്നാണെങ്കിലും ശരിക്കും ഇത് സേഫാണോ? പ്രത്യേകിച്ച് ഇതുപോലുള്ള ഐ ഡ്രോപ്സും ഓയിൻമെൻറ്റ്സും ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. വെൽക്കം ടു ഐ ഡോക് ടോക്സ്, ദ സയൻസ് ഓഫ് സൈറ്റ്. പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതുപോലുള്ള ഐ ഡ്രോപ്സ് അല്ലെങ്കിൽ ഇയർ ഡ്രോപ്സ് ഓപ്പൺ ചെയ്യാനായിട്ട് സേഫ്റ്റി പിൻ യൂസ് ചെയ്യുന്നത്. ശരിക്കും ഇതെങ്ങനെയാണ് തുറക്കേണ്ടത്? ഇതിന് ബേസിക്കലി രണ്ട് ക്യാപ്പുണ്ട്. ഒന്ന് അതിൻ്റെ ടിപ്പ് കവർ ചെയ്യുന്ന ക്യാപ്പും ഒന്ന് അതിൻ്റെ നെക്കിലുള്ള ഒരു വട്ടത്തിലുള്ള റിങ്ങും. നമ്മൾ ആക്ച്വലി ഇത് തുറന്നതിന് ശേഷം ഈ റിങ് റിമൂവ് ചെയ്യുക. അതിനുശേഷം ഇത് റീക്യാപ്പ് ചെയ്യുക. നല്ല ടൈറ്റായിട്ട് റീക്യാപ്പ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ തുറക്കുക, നോക്കുക, ഡ്രോപ്പ് ഓപ്പൺ ആയി. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ഓപ്പൺ ആക്കാനുള്ള, പിയേഴ്സ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഐ ഓയിൻമെൻറ്റിൻ്റെ കേസ്. ഇതിൻ്റെ ടിപ്പിലൊരു ക്യാപ്പ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ താഴെ ഒരു റിങ് ഉണ്ടാവും. അപ്പോൾ ഈ റിങ് നമ്മൾ റിമൂവ് ചെയ്യുക. അതിനുശേഷം ഇത് തിരിച്ചടയ്ക്കുക. അതിനുശേഷം നല്ല ടൈറ്റായിട്ട് അടച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് കാണാൻ പറ്റും ഓയിൻമെൻറ്റ് വരുന്നുണ്ട്. സോ ഒരു കാരണവശാലും സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഇതുപോലുള്ള ഡ്രോപ്സും ഓയിൻമെൻറ്റും ഓപ്പൺ ചെയ്യാൻ പാടില്ല. അത് കണ്ടാമിനേറ്റഡ് ആവും. അങ്ങനെയുള്ള മരുന്നുകൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുപോലെ തന്നെ ഒരിക്കൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡ്രോപ്സ് ആയാലും ഓയിൻമെൻറ്റ് ആയാലും അതിൻ്റെ ടിപ്പിൽ നമ്മൾ കൈകൊണ്ട് തൊടാൻ പാടില്ല. അതും ഇൻഫെക്ഷന് കാരണമാകാം. ഇതുപോലെ ഐ ഡ്രോപ്സും ഐ ഓയിൻമെൻറ്റും ഓപ്പൺ ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോളൂ.